അതെന്താണ് ബിഗ് ബോസ് പുതിയൊരു പരിപാടി? അതായത് പുറത്ത് നെഗറ്റീവ് അടിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിച്ച് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതുവരെ ഇല്ലാത്തൊരു പരിപാടിയാണല്ലോ. ഇതിനു മുമ്പും ഓരോ സീസണിലും പലരും നെഗറ്റീവ് അടിച്ച് പുറത്ത് നടന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ഈ പരിപാടി കണ്ടില്ലല്ലോ. ഇപ്പം ജാസ്മീന് മാത്രം എന്താ ഒരു പ്രത്യേകത? വീട്ടിൽ നിന്ന് വിളിക്കുന്നു, സംസാരിക്കുന്നു, അപ്പോഴേ അവളുടെ ബലൂൺ പൊട്ടി അടുത്ത ബലൂണിലേക്ക് നോക്കുന്നു. ഇതെന്തോന്ന് ഇത് പരിപാടി? ഹൈവ കൊള്ളാമല്ലോ. ഇതാണോ മാറ്റിപ്പിടിക്കൽ? ഇത് തന്നെ ആയിരിക്കും മാറ്റിപ്പിടിക്കലല്ലേ. ഇതെന്തായാലും നല്ലൊരു പിടുത്തമായിപ്പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 18 പേർക്കും ഈ ഒരു അവസരം കൊടുക്കണം. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ച് പുറത്തെന്താണ് നടക്കുന്നത് എന്നറിഞ്ഞിട്ട് അതേപോലെ കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ജാസ്മിൻ നിങ്ങളുടെ മരുമോളോ അല്ലെങ്കിൽ അമ്മായിൻ്റെ മോളോ ഒന്നുമല്ലല്ലോ. ജാസ്മിന് മാത്രം ഒരു ഫേവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ പോയി വന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവളുടെ കളിയാകെ മാറി. കൊള്ളാം. ഏതായാലും നല്ല പരിപാടിയായിപ്പോയി. പക്ഷേ ബിഗ് ബോസ് എന്ന് പലരും ഇത് സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഉടായ്പ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ ബിഗ് ബോസ് ഇങ്ങനെയല്ലായിരുന്നു. എന്നാലും ഒടുക്കത്തെ ഭയങ്കര ചതിയായിപ്പോയി കേട്ടോ. ഹൈവാ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ഫോൺ വിളിക്കാനുള്ള അവസരം കൊടുക്കുമായിരിക്കും അല്ലേ? അവർ തമ്മിൽ എന്താ സംസാരിച്ചത് എന്നുള്ളത് സർപ്രൈസായിട്ട് വെക്കുന്നതായിരിക്കും. ഞായറാഴ്ച ലാലേട്ടൻ വന്നിട്ട് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ കളി കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചതെന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ ആ ഒരു എന്താണ് ജബ്രി എന്ന് പറഞ്ഞ ആ സംഭവമില്ലേ, ആ സംഭവം കണ്ട് മടുത്തായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിച്ച് വേറെ കളി കളിക്കട്ടെ. പക്ഷേ ഗബ്രി ശരിക്കും ഗബ്രിയാണ് ബലൂൺ മാറ്റിപ്പിടിച്ചത്. ജാസ്മിൻ പോയപ്പോഴത്തേക്കും അടുത്തയാൾ അത്ര തന്നെ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഗബ്രീൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കുമായിരിക്കും അല്ലേ, എന്നിട്ട് ആ കളി മാറ്റാൻ വേണ്ടിയിട്ട്. ഏതായാലും കൊള്ളാം. ബാക്കിയുള്ള 18 പേരെ അണ്ണാക്കിൽ കൊടുത്ത് അത്ര തന്നെ. ബിഗ് ബോസ് ആണ് പോലും ബിഗ് ബോസ്. പുച്ഛം തോന്നുന്നു, പുച്ഛം. നിങ്ങൾ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത് ഇതിനൊരു ഇതുണ്ട്, ബിഗ് ബോസിന് അതുണ്ട് ഇതുണ്ട്. എന്നിട്ട് ഇതൊക്കെ എവിടെ പോയി? വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. കലിപ്പ് തീരണില്ലല്ല. എന്തായാലും അടുത്ത ആൾക്കുള്ള കോള് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, അത്ര തന്നെ. എന്നാലും പാവം പണ്ടത്തെ മറ്റേ ആര്യ അല്ലെങ്കിൽ ഫുക്രു ഇവരൊക്കെ പുറത്ത് എത്രത്തോളം നെഗറ്റീവ് അടിച്ച് നടന്നതാണ്. അന്നേരം നിങ്ങൾക്കൊരു ഫോൺ കോൾ വേണ്ട, വെറുതെ ഒന്ന് വിളിച്ചൊന്ന് ചെറിയൊരു സൂചനയെങ്കിലും കൊടുക്കുമായിരുന്നു. എന്നാലും ജാസ്മീന് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ യൂട്യൂബറാണ്, നിങ്ങൾ എന്നാലും ഒരു കണക്ഷൻ അങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ. ഇങ്ങനെ പുറത്തെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞൊന്ന് നേരെയാക്കാനും മാത്രം എന്താണ് നിങ്ങൾ തമ്മിൽ? കൊച്ചു കള്ള ബിഗ് ബോസ് ഏട്ടാ. ഏതായാലും കലക്കി. എന്നാലും ആരാണ് ജാസ്മിൻ? സത്യം പറ, ആരാണ് നിങ്ങളുടെ ജാസ്മിൻ? ഒരു യൂട്യൂബർ എന്നതിലുപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ശരിയാ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആളല്ലേ അല്ലേ? എന്നാലും എന്തെങ്കിലും ആവട്ടെ. എന്നാലും ഇതൊരുമാതിരി ചതിയായി പോയി. ബിഗ് ബോസ് കാണുന്ന നമ്മളോട് ചെയ്ത കൊടും ചതി. എൻ്റെ ബിഗ് ബോസ് അണ്ണാ, ഒരുമാതിരി മാറ്റിപ്പിടിക്കലായി പോയി ഇത്. ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമായിരിക്കും. എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുമല്ലോ, കാരണം പുറത്തെല്ലാവരും ഇതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യാം, കാണാം. ലാലേട്ടൻ വരട്ടെ. ഇന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? ഇന്നോ നാളെയോ എപ്പോഴാണെങ്കിലും. എന്നാലും ബിഗ് ബോസ് കാണിച്ചതൊരു തണ്ടിത്തരായിപ്പോയി. വിഷമമുണ്ട്. അതെ, ബാക്കിയുള്ളവർക്ക് ആർക്കും കൊടുക്കാത്തൊരു സംഭവം ജാസ്മിന് കൊടുത്തതിനുള്ള വിഷമമാട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. നിങ്ങളുടെ അമ്മായിൻ്റെ മോളോ അല്ലെങ്കിൽ അയൽവാസിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. സാരമില്ല, ക്ഷമിക്കാൻ ശ്രമിക്കാം. ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യാം.